എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഞാൻ വേറെ കെട്ടും, ഞാൻ പൊട്ട് തൊട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ മൂത്ത കുട്ടിയെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഉപേക്ഷിച്ചിട്ട് വേറെ ലൈഫിലേക്ക് പോകും. ഈ ആൾക്കാരുടെ ഈ വിമർശകർ പറയുന്നതാണ് ഇതൊക്കെ. ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ. ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല. പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ ഇതൊന്നും എന്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളൊന്നല്ല. എന്താ പ്രശ്നം എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞ ചേച്ചി? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വരും ദിവസങ്ങളിൽ കേരളം കത്തും, ഇല്ലെങ്കിൽ നമ്മൾ കത്തിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ രേണുവക്ക മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരനെ തേടുകയാണ് സുഹൃത്തുക്കളെ. താൻ തൻ്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മെയിൻ സ്ട്രീം എണ്ണ ഇതെടുത്ത് പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവൊക്കെയായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് രേണു സുധി പയ്യനെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷേ രേണുവൊക്കെ ഈ പറയുന്നത് ഉള്ളതാണോ അതോ ഇനി മറ്റൊരു സോഷ്യൽ മീഡിയയിൽ അടുത്തൊരു ഈ പറയുന്ന നിർത്തി കത്തിക്കാൻ വേണ്ടിയിട്ടേക്കുന്ന സാധനമാണോന്ന് അറിയത്തില്ല. കാര്യം ഇതിന് മുമ്പ് ഒരിക്കൽ ഇത്തരത്തിൽ രേണുവൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിച്ചു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ഫോട്ടോഷൂട്ടൊക്കെ കാണിച്ചിട്ട്, അതായത് മറ്റൊരു പ്രൊമോഷൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വ്യാജേന അങ്ങനെ ഒരു സാധനം ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരൊരു ഇന്റർവ്യൂവിനകത്തൊക്കെ വന്നിട്ട് കുറേ സംഭവ വികാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, ഇത് ഒറിജിനലായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. ഒരാളെന്നും ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളൊരു അവകാശവാദങ്ങൾ അങ്ങനത്തെ ഒന്നും നമുക്കില്ല. അതൊക്കെ അവരുടെ താല്പര്യമല്ലേ. പക്ഷേ അത് ഫേക്കായിട്ട് കാണിക്കുന്ന സാധനമാണെങ്കിൽ നാളെ ഏറിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം കാണില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും രേണുവക്കയുടെ കാമുകൻ, അല്ലെങ്കിൽ ഇനി രേണുവൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് രേണുവിന്റെ കാമുകൻ ഇപ്പോൾ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കണ്ടിരുന്നു. നമുക്കതൊന്ന് കാണാം. ചെക്കന്മാർ ഒരുപാടുണ്ടല്ലോ, എനിക്കുള്ളതല്ല, ലോകത്തിലെ യൂറോപ്പിലെ എല്ലാ ചെക്കന്മാരുണ്ട്. ആ ചെക്കൻ എന്താ എന്റെ കാമുകൻ യൂറോപ്പിലാണ്. നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്കിപ്പോ കാമുകനെ പറ്റി പറയാൻ താല്പര്യമില്ല. അതെന്നാ വർത്താന രേണുവൊക്കെ പറയണത്? കാമുകൻ ആരാ എന്തെന്ന് പറയണ്ടേ? ഏത് സൂപ്പർ മാർക്കറ്റിലെ? ദുബായിലെ, ബഹറിലെ, അല്ലെങ്കിൽ യൂറോപ്പിലോ? ഏതാ? കാസർഗോഡ് സൂപ്പർ മാർക്കറ്റ്. ഞാൻ പോയില്ലല്ലോ അവിടെ. നീ അവിടെ എന്റെ കാമുകനാക്കിയോ? ദൈവമേ, അങ്ങനെയൊക്കെ ഉണ്ടോ കമന്റ്? വെറുതെ കൊതിപ്പിച്ച് റാസൽ ഖൈമയിലെ ആ ദിനങ്ങൾ ഇത്ര മനോഹരമായിരുന്നു. ഇപ്പൊ പറയുന്ന വിചാരിച്ചിട്ട് എല്ലാം വെറുതെ ആയിരുന്നു. ഇതാണ് നമ്മുടെ രേണുവൊക്കെ പറയുന്ന ഒരു കാര്യം, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അതാണ് വിഷയം. പിന്നെ രേണുവൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മറ്റൊരു കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഇപ്പൊ നാളെ രേണുവൊക്കെ കല്യാണം കഴിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവരുടെ ബെഡ്റൂമിൽ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് വരെ നമുക്ക് ഓൺലൈൻ മീഡിയാസിനെ പൊക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കോളറയെ പിടിച്ച് തൂക്കിയെടുക്കാൻ നമുക്ക് പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരുടെ ഈ തീറ്റയും കൂടി എല്ലാം ഇപ്പം രേണുവക്കയുടെ ഒപ്പമാണ്. 24 മണിക്കൂറും രേണുവക്ക അവിടാണ് ഇവന്മാർ പൊക്കോണ്ടിരിക്കുന്നത്. രേണുവക്ക വിളിച്ചിട്ട് വരുന്നവരും അല്ലാതെ വരുന്നത് ഒക്കെ ഉണ്ട്. 24 മണിക്കൂർ ഇതിന്റെ പുറകെയാണ്. ഇനി അതിന്റെ കുറച്ച് വിഷ്വൽസ് കൂടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ, കേരളം നിർത്തി നമുക്ക് കത്തിക്കണം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇതിന്റെ തൊട്ട് പുറകെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജോഷ് ടോക്സിൽ നമ്മുടെ രേണുവൊക്കെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. എൻ്റെ പേര് രേണു സുധി. ഞാൻ കോട്ടയം വാകത്താനത്ത് നിന്ന് വരുന്നു. തികച്ചും സന്തോഷപരമായിരുന്നു കുട്ടിക്കാലം. നല്ല കുട്ടിക്കാലം തന്നെയായിരുന്നു, മറ്റുള്ളവരുടെ പോലെ തന്നെ. 98% പിള്ളേർ നല്ല അടിച്ചു പൊളിച്ച് നടന്ന പോലെ തന്നെ കുട്ടികളിയൊക്കെ ആയിട്ട് ഞാനും അങ്ങനെ തന്നെയാണ് നടന്നത്. അങ്ങനെ +2 കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നേരെ നഴ്സിങ്ങിന് പോയി. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് സുധിച്ചേട്ടൻ കൊല്ലം സുധി എന്ന കലാകാരൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നും. കാരണം ഞാൻ ആളുടെ നല്ലൊരു ഫാനായിരുന്നു. സുധിച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ സുധിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ്റെ പേര് കിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ചേട്ടാ, 2 പേരെയും കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ മക്കളെന്നാണ് വിളിച്ചത്, മക്കളെന്നാ വന്ന് എന്നെ മോനെയും കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരെ രണ്ടിനെ ഒരുമിച്ച് പോയി എറണാകുളത്ത് പോയി കണ്ടു കഴിഞ്ഞപ്പം മോൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവനെന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ, കൊച്ചുകുട്ടിയാണ്. അവൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അവനാണ് പറഞ്ഞത് സുധിച്ചേട്ടനോട്, അച്ഛാ നമുക്ക് ഈ അമ്മേനെ മതി കേട്ടോ, നമുക്ക് ഈ അമ്മേനെ എടുത്താലോ. അപ്പം സുധിച്ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നി. ഞാനും അങ്ങോട്ട് എന്താ പറയുക, 2 പേരെ ഒരുപോലെ എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പം എന്നോട് സുധിച്ചേട്ടൻ ചോദിച്ചു, മക്കളെ എൻ്റെ മോൻ്റെ അമ്മയായിട്ട് വരുമോ? എൻ്റെ മോന് അമ്മയില്ല, അവൻ്റെ അമ്മയായിട്ട് നീ കടന്നു വരാമോ ഞങ്ങളുടെ ലൈഫിലേക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ
അപ്പോൾ ഞാൻ പറഞ്ഞു സുധിച്ചേട്ടാ എനിക്ക് സമ്മതമാണ്, കാരണം കുഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞത്, എനിക്ക് സമ്മതമാണ്, എനിക്ക് നിങ്ങൾ രണ്ടുപേരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ലൈഫിലേക്ക് ഞാൻ കടന്നു ചെന്നു. മോനൊരു അമ്മയായി, സുധിച്ചേട്ടന് നല്ലൊരു ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ ഈ 5 വർഷക്കാലവും ജീവിച്ചതും. ഇനി മുന്നോട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഇനി മുന്നോട്ടും ഞാൻ അങ്ങനെ തന്നെ ആവും എന്ന് പറയുമ്പോൾ ഇത് അന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, മറ്റൊരാളെ തേടുന്നുള്ളത്. അതൊരു തെറ്റൊന്നുമല്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ. അന്നത്തെ ഒരു മാനസികാവസ്ഥ സാഹചര്യത്തിലൊക്കെ പുള്ളിക്കാരിക്ക് അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ഇന്ന് അന്നത്തെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലോ അല്ല ഇന്ന് രേണുസുധയുടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, മാറും മറക്കും മരിക്കും, ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു മാറ്റം വന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ മറ്റൊരു കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനൊന്നും ആർക്കും പറയാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. കാര്യം മറ്റൊരാളുടെ ലൈഫ് അവരെങ്ങനെ ജീവിക്കണം എന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടുന്ന ഒരു അവകാശം നമുക്ക് ആർക്കും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ രേണുവൊക്കെ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂലേ, ഇത് അന്ന് പണ്ട് ചെയ്ത പോലെ ഇനി വീണ്ടും ഇതൊരു ഗിമിക്കാണോ എന്നും പറയാൻ പറ്റൂല. കാര്യം വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താ ഈ നമുക്ക് സോഷ്യൽ മീഡിയ മൊത്തവും കത്തിക്കുന്ന രീതിയിൽ എന്തൊരു സാധനം വരും എന്ന് പറഞ്ഞാൽ ഏതൊരു റാപ്പറുമായിട്ടൊക്കെ ഒരുമിച്ച് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇനി അതിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന ഒരു ഫേക്ക് സാധനം ആണോന്നും നമുക്കറിയത്തില്ല കേട്ടോ. എൻ്റെ മനസ്സിൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് ഞാനൊരു റീൽസ് ഇടുമ്പോൾ അതെ അവൾ വേണ്ട അടുത്ത വർഷം അവൾ വേറെ കല്യാണം കഴിക്കും, ആ മൂത്ത കുഞ്ഞിനെ, അവളുടെ കുഞ്ഞല്ലല്ലോ, ആ മൂത്ത കുഞ്ഞിനെ അവൾ ഉപേക്ഷിക്കും. പക്ഷേ ഈ പറയുന്നവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 18 വയസ്സുള്ളൊരു കുഞ്ഞാണ് എൻ്റെ കൂടെ. അവൻ എന്നെ ആ 11ാമത്തെ വയസ്സിൽ അമ്മ എന്ന് വിളിച്ചതാണ്. എൻ്റെ സ്വന്തം മോൻ തന്നെയാണ്, അവനും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതുപോലെ ആദ്യമൊക്കെ വിഷമം വന്നിങ്ങനെ കേട്ടപ്പോൾ അവനെ ഞാൻ ഉപേക്ഷിക്കും, ഞാൻ വേറെ കെട്ടും. പക്ഷേ എന്നിട്ടും ആദ്യം വിഷമം വന്നെങ്കിൽ ഞാൻ പിന്നെ മുന്നോട്ട് ഞാൻ ചിന്തിച്ചു, ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, നമുക്ക് ആരുടെയും വായൊന്നും മൂടിക്കെട്ടാൻ പറ്റത്തില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മുന്നോട്ട് തന്നെ ജീവിക്കും. പിന്നെ ഞാൻ ആലോചിച്ചു, കിച്ചു ഇനിയും അച്ഛൻ മരിച്ചു പോയല്ലോ, ഇനി കിച്ചുവിനെ എന്നെ ഇട്ടിട്ട് പോവോ, എൻ്റെ കിച്ചുവിൻ്റെ അനിയനെ ഇട്ടിട്ട് പോവോ? അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് കിച്ചു എൻ്റെ അടുത്ത് ഏട്ടൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് വൈകിട്ട് എൻ്റെ അടുത്ത് അമ്മ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കിച്ചു ഞാൻ കഴിച്ചില്ല. അമ്മ കഴിച്ചേ, അവൻ എനിക്ക് ഫുഡ് വിളമ്പി തന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്തിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, കിച്ചു നീ ഇനി ഞങ്ങളെ ഇട്ടിട്ട് കൊല്ലത്ത് പോവോ, ഏട്ടൻ്റെ വീട്ടിൽ പോവോ, അച്ഛൻ്റെ വീട്ടിൽ പോവോ? അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ എൻ്റെ അമ്മേനെ എൻ്റെ അനിയനെ ഇട്ടിട്ട് പോകാനോ? അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും അതുപോലെ വിഷമവും ഉണ്ടായി. കാരണം ആ കുഞ്ഞ് എന്നെ അങ്ങനെ കാണുന്നതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറയുന്നത്, എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോഴും അവൻ എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ തളർന്നു പോത്തേ ഉള്ളൂ. പക്ഷെ അന്ന് കിച്ചു അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും പിന്നീട് കിച്ചു കൊല്ലത്തെ വീട്ടിലായിരുന്നു പിന്നീട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിന് മുമ്പ് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചില്ല. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം. പിന്നീട് കിച്ചുവിന് ഈ ഒരു വീട്ടിൽ ഓക്കെ ആയിരുന്നില്ല. നമ്മുടെ തങ്കച്ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ രേണുവക്കയുടെ സഹോദരി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ കുറച്ച് കമ്പോളേശിയായിട്ട് അവിടെ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല കിച്ചു. അതുകൊണ്ടാണ് കൊല്ലത്തെ വീട്ടിൽ പോയി നിൽക്കുന്നത്. അതേപോലെ മുമ്പൊരിക്കൽ കിച്ചു ലൈവ് ഇട്ട ടൈമിൽ തൻ്റെ ആ വീട്ടിൽ അത്ര ഓക്കെ അല്ല, കംഫർട്ടബിൾ അല്ല, കൊല്ലത്തെ ആ വീട്ടിലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അവരാണ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കിച്ചു ലൈവിനകത്ത് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ രേണുസുധയുടെ ആ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ അന്ന് തന്നെ സ്ഥലം തന്ന് സഹായിച്ചേക്കുന്ന ഫാദർ നോബിൾ ഫിലിപ്പ് ആണെങ്കിലും വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിറോസുക്കേനെ ആണെങ്കിലും വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെ കണ്ടേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് രേണുവക്കയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോഴത്തേക്കിന് നിങ്ങൾ ആര് ചോർന്നൊലിച്ചൊരു വീട് തന്നേക്കുന്നു, ഒഴിച്ചു പോടോ, ഒരു വീട് വെച്ച് അദ്ദേഹം അങ്ങനെയൊക്കെ. എന്നിട്ട് താജു പത്തനംതിട്ട എൻ്റെ തന്തയാവാൻ വരരുതേ എന്നുള്ള രീതിയിലോട്ടൊക്കെ തന്നെ നമ്മുടെ രേണുവക്ക പിന്നീട് മാറിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. സുധി മരിച്ചാൽ എന്താ, അവൾക്കിപ്പം വീടായി, അവൾക്ക് എന്താ പറയാ, അവൾക്ക് കോടികളുടെ വരുമാനമാണ് ഫോണിലേക്ക് വരുന്നത്, അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇതൊക്കെയാണ് വിമർശകർ പറയുന്നത്. പക്ഷേ അതിലും ഉപരി വേറെ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും വിഷമം വന്നത്, ഞാൻ വേറെ കെട്ടും, ഞാൻ പൊട്ട് തൊട്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആ മൂത്ത കുട്ടിയെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഉപേക്ഷിച്ചിട്ട് വേറെ ലൈഫിലേക്ക് പോകും. ഈ ആൾക്കാർ ഈ വിമർശകർ പറയുന്നതാണ് ഇതൊക്കെ. ഇവിടെ ഒരു കാര്യം രേണുസുധി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മുമ്പൊരിക്കൽ ഇതുപോലെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു ഫേക്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടേക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. സീരിയസ്ലി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന ടൈമിൽ പോലും ഇവർക്കുണ്ടായിരിക്കുന്ന നെഗറ്റീവ് മൊത്തം മാറിയിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പോലും പിന്നീട് കുറേ സംഭവങ്ങൾ കാണിച്ച് വെറുപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം അന്നൊരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു റീൽ ഇടുമ്പോൾ തന്നെ ആണെങ്കിൽ ദാസേട്ടനായിട്ട് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ പിന്നീട് അന്നൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകെ കല്യാണം, ഒരു ഫേക്ക് മാരേജ്, ഒരു സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നിട്ട് ഈ ഇഷ്ടപ്പെട്ട ആൾക്കാരെയും കൂടെ പിന്നീട് വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ രേണുവക്ക തൻ്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം.
കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, എനിക്ക് ഒരു വിഷയമല്ല. ഞാൻ ഇതിന് പോകത്തില്ല, പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം വെറുതെ ഇട്ട് വായിട്ട് അലക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പറഞ്ഞത് ന്യായം. എന്നാൽ നമ്മൾ അങ്ങനെ ഇവർ ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പാടില്ലെന്ന്, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും നമ്മൾ പറയില്ല. കാര്യം അത് അതിനുള്ള അവകാശം നമുക്കില്ല. കാര്യം അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം. കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. അപ്പം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ പേരിലെ വർക്കിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇവര് ഷോർട്ട് ഫിലിം തന്നെയാണ് എന്ത് വീഡിയോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലേ, ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ ആ ഒരു വീടിനകത്ത് അക്ഷയ് മറ്റൊരാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ രേണുവൊക്കെ വന്നിട്ട് ഇത് തടഞ്ഞു മാറ്റുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ വന്ന് എത്തി നോക്കിയിട്ട് ഇത് ഫ്രെയിമാന്ന് പറഞ്ഞ് മാറിപ്പോകുന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ ഷൂട്ടാണ് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം ഇങ്ങനെ കുറച്ച് അപരാധങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കിന് രേണുവൊക്കെയുടെയും ദേവസേട്ടനൊക്കെ ആയിട്ടുള്ള കുറച്ച് അപരാധം വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അപരാധം എന്ന് തന്നെ പറയും. അത് രേണുവൊക്കെ ആയതുകൊണ്ടല്ല, രേണുവൊക്കെ ആണെങ്കിലും അങ്ങനത്തെ വീഡിയോസ് വരുന്ന ആരുടെ ആണെങ്കിലും അത് പറയും. അപ്പം നാളെ ഞാനൊരു അപരാധം കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എന്നെ ഇതുപോലെ ആൾക്കാർ പിടിച്ച് ഏറി കയറ്റ്, അത് ഇതിൻ്റെ ഒരു പരിപാടി. പിന്നെ രേണുവൊക്കെ എന്ത് പറയുന്നത്, രേണുവൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നെഗ് സാധനങ്ങൾ അടിച്ചിടുന്നത് ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സജീന വ്ലോഗ്സ് പുള്ളിക്കാരി എന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെങ്ങനെ പറയുമെങ്കിൽ പോലും നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്ത് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഇറങ്ങി വന്നത്, നിങ്ങളുടെ നെഗറ്റീവ് മൊത്തം മാറി പോസിറ്റീവ്. ഞാൻ അന്ന് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഈ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ല, അറിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഒരു വീഡിയോ ഞാൻ മാറ്റി പറഞ്ഞിരുന്നു, പിന്നീട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലായപ്പോൾ പറഞ്ഞിരുന്നു ഇത് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വമാണ്. കാര്യം പിന്നെ നെഗ് സാധനം ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ആൾക്കാരൊന്നും മിണ്ടാൻ പാടില്ല. എന്നാണെങ്കിൽ ഒരു കാര്യം ഇവിടെ സമ്മതിച്ചില്ല, കുറച്ച് വീഡിയോസ് കണ്ടെന്നുള്ളത്. സാധാരണ രേണുവൊക്കെ പറയാറുള്ളത് ഞാനൊരു വീഡിയോസും കാണാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാണെങ്കിൽ നമ്മുടെ രേണുവൊക്കെ അത് കഴിഞ്ഞ് മറ്റൊരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ, ഈ അടുത്തറിയുന്നവർ തന്നെ തിരിഞ്ഞു കുത്തിയെന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ആരെ നേരിട്ട് ദ്രോഹിക്കാൻ പോകുന്നില്ല ചേട്ടാ, നമുക്കിട്ട് ദ്രോഹിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര്. ഞാൻ കൂടെ നിന്നിട്ട് തിരിഞ്ഞു പോയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. പുതിയതായിട്ട് വന്ന കുറെ പേരുണ്ടല്ലോ, ഞാനത് പറയുന്നില്ല, അവർക്ക് കല്യാണ്ടൊക്കെ ഉണ്ട്. അവര് ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാണ്. ആണ് ഈ അടുത്ത് ഇതൊന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ സജീന വ്ലോഗ്സ്. അപ്പം ഇവർ തിരിച്ചു കുത്തി അവർ പേരൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം സജീന വ്ലോഗ്സ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ രേണുവിനോട് ഒന്നും പറയത്തില്ല, കാര്യം എത്ര പറഞ്ഞിട്ട് അവളോട് കാര്യമില്ല എന്നുള്ളത് സജീന വ്ലോഗ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇന്നിട്ടതാണ്. ഇതിന്റെ തൊട്ട് പുറകെ തന്നെ സജീന വ്ലോഗ്സ് ആയിട്ട് ഉള്ളൊരു സെൽഫി ഫോട്ടോ കൊളാബ് അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ അതിനകത്ത് പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് നിങ്ങൾ ചെയ്യണം, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ആരാധകരാണെങ്കിൽ നമ്മൾ ഇടിച്ച് റോസ്റ്റ് ചെയ്യുക, ട്രോൾ ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു പരിപാടിയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ അവർ വർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏൽക്കേണ്ട ആവശ്യം നമുക്കില്ല. കാര്യം നമ്മൾ അങ്ങനെ അവർ ചെയ്യാൻ പാടില്ല അങ്ങനെ നമ്മൾ പറയാറില്ല. സോ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ട് പറഞ്ഞൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. എല്ലാ കാലത്തും ഇങ്ങനെ വിധവയായിട്ട് കഴിയുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, മറ്റൊരു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ പോയി ചെയ്യുക. അതിലിവിടെ ഒരു വിഷയവും ഇല്ല. മനുഷ്യനാണ്, മാറും മറക്കും മര്യാദ അങ്ങനെയാണ്. ഇന്ന് ഈ പറയുന്ന എനിക്കും വീഡിയോ കാണാൻ നിങ്ങൾക്കും ഒക്കെ ഇന്നത്തെ കൂട്ടായിരിക്കത്തിൽ ഒരു 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതി ഒന്നും ചിലപ്പോൾ ഇങ്ങനെ ആയെന്ന് വരത്തില്ല. മനുഷ്യനല്ലേ, മാറ്റങ്ങളൊക്കെ സംഭവിക്കും, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഫേക്ക് അന്നത്തെ കുട്ടി ഗിമിക്ക് കാണിക്കുന്നതാണ്. എൻ്റെ രേണുവൊക്കെ ഉള്ള കാര്യം പറയാലോ, നമ്മൾ റോസ്റ്റ് ചെയ്യും, കുറെ ട്രോളും വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി. എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അനുമോള് രേണുസുദിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ട് അതുകൂടെ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുക. എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ ഇതൊന്നും എന്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നല്ല. ഇറങ്ങുന്ന ടൈമിലാണ് ലാസ്റ്റ് അത് കാണുന്നത്. അന്നും ഹായ് ബായ് പറഞ്ഞ് ഒക്കെ പോയതാണ് എല്ലാവരുമായിട്ടൊക്കെ. പൊതുവെ ഞാൻ അങ്ങനെ ആരുമായിട്ട് മെസ്സേജ് അയക്കാറില്ല. വളരെ കുറച്ച് പേരുമായിട്ട് മാത്രം കോണ്ടാക്ട്സ് ഉള്ളൂ. അപ്പോൾ അവരായിട്ട് മാത്രം ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറും അങ്ങോട്ടുള്ളൂ.
പുള്ളിക്കാരിക്ക് എന്താ പ്രശ്നം അറിയില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേര് തയ്ച്ചു തന്നു. പെൺകുട്ടി എന്ന് പറഞ്ഞു നിന്നിട്ടേ പെട്ടെന്ന് ഒരു നിമിഷം സഹപ്രവർത്തക എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരി അന്വേഷണം വിളിച്ചിട്ടില്ല. ഞാനും കണ്ടു, എനിക്ക് ഒരുപാട് പേരെടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്താ പറയണ്ടേ, പുള്ളിക്കാരടുത്ത് ചോദിക്കുന്നതിന് പുള്ളിക്കാരി ആൻസർ പറഞ്ഞു. പക്ഷെ എന്താ പ്രശ്നം എനിക്ക് അറിയത്തില്ല. ഞാനും അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞ ചേച്ചി? കുറച്ചു നാൾ മുന്നേ വരെ ചേച്ചി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സുചേട്ടന്റെ പെൺകുട്ടിയാണ്, ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു. പക്ഷെ പുള്ളിക്കാരി വരുന്ന വീഡിയോസിലേക്ക് കൂടുതലും എന്തോ എന്നെ ഇഷ്ടമില്ലാത്തതുപോലെ സംസാരിക്കും. ബിഗ് ബോസ് കപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം. എനിക്കറിയത്തില്ല, അത് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ തല്ലി ഒരു റിങ്ങിനകത്ത് വെച്ച് നിങ്ങൾ ഇടിച്ചങ്ങ് തീർക്കുക, അത്രയേ ഉള്ളൂ. നേരെ മൂത്തൊക്കെ ചോദിക്കുക, നിനക്ക് എന്തടി എൻ്റെ അടുത്ത് പ്രശ്നം? അപ്പം മറ്റേ ചോദിക്കണം, ഇനിയൊക്കെ എന്തടി എൻ്റെ അടുത്ത് പ്രശ്നം? എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി തീർക്കുക.